കാറ് പാർക്ക് ചെയ്യാൻ അമ്പലപ്പറമ്പ് കൊടുത്തുന്ന് പട്ടാമ്പിക്കടുത്ത് കള്ളാടിപ്പറ്റയില് അന്വേഷിച്ചു വന്നോളി സ്ഥലം. അജ്മീർ തോണ്ടാൻ നിൽക്കുകയാണ് ഒരു സംഘം. അതിന്റെ അടിയിൽ എന്താന്ന് നോക്കാൻ. അള്ളാഹുവിന്റെ ഔലിയാക്കളോട് കളിച്ചാൽ അവരോട് ഞാൻ യുദ്ധം ചെയ്യുന്നു എന്ന് അള്ളാഹുവാണ് പറഞ്ഞത്. ഒരു ശ്വാസത്തിൽ 6 പ്രാവശ്യം അല്ലാഹ് എന്ന് വിളിച്ചിരുന്നു മഹാനായ സുൽത്താൻ അൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. അതുകൊണ്ട് മുസ്ലിങ്ങളുടെ അഭിപ്രായം എന്താ? ഞങ്ങൾ തോണ്ടാൻ പോവാ, കോടതി അനുവാദം കൊടുക്കും. എല്ലാ സ്ഥലത്തുനിന്നും അനുവാദം കൊടുക്കും. കാരണം മുസ്ലിങ്ങളെ തോണ്ടാൻ നല്ല എളുപ്പമാണല്ലോ. ചോദിക്കാനും പറയാനും ആളില്ലാത്ത കുറെ സംഘം അല്ലേ, അവരെ തോണ്ടാൻ നല്ല എളുപ്പമാണ്. എല്ലാരും അനുവാദം കൊടുക്കും. എന്തിനാണ് ഇങ്ങനെ ഒരു കത്ത് എന്ന് പോലും ചോദിക്കൂല, അനുവാദം കൊടുക്കും. പട്ടാമ്പി തോണ്ടാനും അനുവാദം കൊടുക്കും, ചെറുപ്പളശ്ശേരി തോണ്ടാനും അനുവാദം കൊടുക്കും. ആരും അത് ചോദ്യം ചെയ്യാനുണ്ടാവൂല. പക്ഷേ ഇപ്പൊ നിങ്ങൾ തോണ്ടാൻ പോകുന്നത് അതൊരു ചെറിയ തോണ്ടലല്ല, അതൊരു ചെറിയ തോണ്ടലല്ല. അന്ത സുൽത്താൻ അൽ ഹിന്ദ്, നീ ഇന്ത്യയുടെ രാജാവാണെന്ന് പറഞ്ഞത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തായ ഹബീബാണ്. നീ അജ്മീറിലേക്ക് പോ. ലക്ഷക്കണക്കിന് ആളുകളെ തന്റെ നേത്രത്തിന്റെ നയനത്തിന്റെ സ്പർശനത്തിന്റെ ഹിദായത്തിലൂടെ, ഒരീബ് നവാസ് എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ പടത്തലവനെന്നാണ്. കരയുന്നവരെ കണ്ണീരൊപ്പി പട്ടിണി കിടക്കുന്നവരെ ചേർത്ത് പിടിച്ച് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്ത് വേദനിക്കുന്നവരെ ആസ്വദിപ്പിച്ച് ആനന്ദത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആശ്വാസത്തിന്റെയും ആത്മീയതയുടെ പരിവേഷത്തിലേക്ക് ഒരു വലിയ സംഘത്തെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ച ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന് പറഞ്ഞത് നിന്റെ നാട്ടിൽ നീ കണ്ടിട്ടുള്ള തൊപ്പിയിട്ട് നടക്കുന്ന ചെറിയ മൊയിലാരെ പോലെയല്ല. നിന്റെ നാട്ടിൽ നീ പരിചയപ്പെട്ടിട്ടുള്ള സാധാ സീധാ മുസ്ലിമിനെ പോലെയല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ശ്വാസത്തിലൂടെ, നോട്ടത്തിലൂടെ, ഇരുത്തത്തിലൂടെ, നടത്തത്തിലൂടെ അല്ലാഹുവിന്റെ അർശിന്റെ സുഗന്ധത്തിന്റെ ഏറ്റവും വലിയ മനോഹാരിത ഉള്ളിലേക്ക് കൊണ്ടുവന്ന ലോകത്തെ ഒരേ ഒരു നേതാവ് സുൽത്താൻ അൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ അൽ ജിസ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളാണ്. അവിടത്തേക്കൊന്ന് ചിന്തിച്ചാൽ, അവരെ ഒന്ന് മനസ്സിൽ കണ്ടാൽ, അവിടത്തേക്കൊന്ന് യാത്ര ചെയ്താൽ കിട്ടുന്ന മാനസിക സുഖം സുന്നികളോട് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. അല്ലാഹുവിന്റെ ആരിഫീങ്ങളോട്, ഔലിയാക്കളോട് പറഞ്ഞാലേ മനസ്സിലാവുകയുള്ളൂ. പട്ടാമ്പിക്കാരോട്, ഈ കള്ളാടിപ്പറ്റക്കാരോട് പറഞ്ഞാൽ മനസ്സിലാകും. കാരണം അജ്മീറിന്റെ, കേരളത്തിന്റെ അജ്മീറിന്റെ രാജകുമാരനായി പരിസരത്ത് കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ട വരവൂര് മുഹമ്മദ് കുട്ടി മസ്താൻ എന്ന പ്രിയപ്പെട്ട വല്യാപ്പാട് കേന്ദ്രത്തിന്റെ തൊട്ടടുത്താ. നിങ്ങൾ കുറച്ചങ്ങോട്ട് പോയാൽ അജ്മീറിൽ തന്നെ റൂം പോലും എഴുതി വെച്ചിട്ടുള്ള ഒരു മലയാളി എന്ന പ്രിയപ്പെട്ട അമ്പങ്കുന്ന് ബീരാനോലി ഉപ്പാപ്പ എന്ന പ്രിയപ്പെട്ടവരെ പരിചയമുള്ളവരാ നിങ്ങൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ടെൻഷൻ നിങ്ങൾ അടിക്കണ്ട, മനസ്സ് പ്രയാസം വരുത്തണ്ട. ആശിക്കീങ്ങൾ നെഞ്ചുപൊട്ടി ഔലിയാക്കളെ ഇഷ്ടപ്പെടുന്നവര് വേദനിച്ച് ഉള്ളിനൊന്നുകൊണ്ട് അജ്മീറിന്റെ ചുറ്റും കണ്ണീരൊഴുക്കുന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിഹാരം തരും, ഉറപ്പാണ്. ഇനി അതല്ല, അത് മാന്തി പൊളിച്ചിട്ടാണ് അവർക്ക് വയറ് നിറയുന്നതെങ്കിൽ, അത് മാന്തി പൊളിച്ചിട്ടാണ് അവർക്ക് സമാധാനമാകുന്നതെങ്കിൽ അവര് ചെല്ലട്ടെ. അവരുടെ മൺവെട്ടിയും വെട്ടുകത്തിയും ആയുധങ്ങളുമായിട്ട് അവർ കടന്നു ചെല്ലട്ടെ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കുകയാണ് പ്രിയപ്പെട്ടവര്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ അവർക്ക് ആശങ്കകളില്ല, അവർക്ക് വേജാറുകളില്ല, അവർക്ക് വേദനകളില്ല. അവർ ഒറ്റയിരുത്തത്തിൽ വിലായത്തിന്റെ പദവിയെത്തിയവരല്ല. വെന്തുരുകുന്ന തീച്ചൂളയിലൂടെ ഉരുക്കിയെടുത്ത മാണിക്യമുത്താണ്, മരതകമുത്താണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അജ്മീറിന്റെ കാര്യത്തിൽ നിങ്ങൾ ആശങ്കപ്പെടണ്ട. യജമാനനായ റബ്ബേ, അതിന്റെ പരിഹാരം ഞങ്ങളുടെ കണ്ണിലൂടെ കാണിക്കണമല്ലോ. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിമാർ ഇന്ത്യയുടെ സുൽത്താൻ പ്രധാനമന്ത്രിയെക്കാളും പവറുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അജ്മീറിന്റെ തിരുമുമ്പിലേക്ക് പോയിട്ട് കൈനീട്ടി നിന്നുകൊണ്ട് പിരിവസ്ത്രം വാങ്ങി മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലല്ലോ, ആ രാജ്യത്തിന്റെ കേവലം ഒരു ചെറിയ വ്യക്തി എന്ന രീതിയിൽ ഞങ്ങളുടെ ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ ആത്മീയമായ സൂര്യതേജസ്സിന് ഒരു കോട്ടവും വരാതെ ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക്, പ്രതിസന്ധികൾക്ക്, സങ്കടങ്ങൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക് അല്ലാഹുവേ
കണ്ണു തുറന്ന് കേരളത്തിന്റെ ഒരു മൂലയിലിരുന്ന് നോക്കിയാൽ റജബിന്റെ രാജകുമാരനായ സുൽത്താൻ ഹിന്ദ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി വരുമെങ്കിൽ അതങ്ങനെ തന്നെ നിൽക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലാഹ്. കള്ളാടിപ്പറ്റയില് ക്ഷേത്രത്തിന്റെ പറമ്പിൽ കാർ പാർക്കിങ്ങിന് സ്ഥലം കൊടുത്തിരിക്കുകയാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ തരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോ ഞാൻ അട്ടക്കുളങ്ങര മുസ്ലിം ജമാഅത്തിൽ ഖതീബായി ജോലി ചെയ്യുമ്പോ പള്ളിയുടെ കവാടത്തിന്റെ ഫ്രണ്ടിൽ പൊങ്കാലക്ക് കല്ലുവെക്കാൻ കമ്മിറ്റിക്കാർ അനുവാദം കൊടുക്കുകയാണ്. ഞങ്ങൾക്ക് ആർക്കും അതിൽ പരിഭവവും പരാതിയില്ല. എത്ര സുന്ദരമായ മനോഹരമായ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ നാടാണ് നമ്മുടെ നാട്. വർഗീയ വിഷങ്ങള് ചീറ്റി വിഷപ്പാമ്പിന്റെ ചീറ്റല് അതിന്റെ ദുർഗന്ധം വമിച്ച് ഈ നാട് നാശത്തിലേക്ക് പോകുമ്പോ യഥാർത്ഥ ഒരു ഹിന്ദു ഒരിക്കലും അജ്മീർ തോണ്ട സപ്പോർട്ട് ചെയ്യൂല. അവർക്കറിയാം അജ്മീർ എന്താണ് എന്ന്. ചരിത്രം പഠിച്ചാൽ മതി, മൊയിലാക്കന്മാരോട് ചോദിക്കണ്ട. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചാൽ മതി, അജ്മീർ എന്തെന്നറിയാം. ഒരു പള്ളിയിലെ മൊയിലാരോട് ഒരു പ്രഭാഷകരോടും ചോദിക്കണ്ട. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പഠിച്ചാൽ അജ്മീർ എന്ത് എന്നും ഖാജാ മുഈനുദ്ദീൻ ചിസ്തി ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റും. എന്തൊരു അവസ്ഥയാണ്. ഒരു രസമാണ് തോണ്ടൽ, അല്ലേ? ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. പക്ഷെ അത് പറഞ്ഞതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളാരും ഒരു കലാപ കലുഷിത അന്തരീക്ഷത്തിലേക്ക് നിങ്ങളുടെ നാടിനെയും നിങ്ങളുടെ വീടിനെയും നിങ്ങളുടെ മനസ്സിനെയും കൊണ്ടുപോണ്ട. നമ്മുടെ സങ്കടങ്ങൾ ഇങ്ങനെ പറയാം. യജമാനനായ റബ്ബ് പരിഹാരം കാണും. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അപ്പോ